Good morning, everyone. Thank you so much for joining. Once again, we are back again. Okay, നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. So are you here? Okay. Thank you so much and good morning. How was the meditation? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെ, നിങ്ങൾ ഒരു അരമണിക്കൂറോളം ആ മെഡിറ്റേഷനിൽ ഇരുന്നു. ശരിക്കും നിങ്ങളുടെ ലൈഫൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയോ? ഇറ്റ്സ് എ വെരി പവർഫുൾ മെഡിറ്റേഷൻ. നമ്മളിപ്പോൾ ഈ നൽകുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ വൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് എല്ലാ ദിവസവും ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ റീക്രിയേറ്റ് യുവർ ലൈഫ്, ന്യൂ ലൈഫ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് സെഷൻ. നമ്മുടെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ആർ യു റെഡി? പവർഫുൾ ആണെന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ സെഷനിലേക്ക്. ഇന്നത്തെ സെഷൻ അറിയാലോ, ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. സോ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്താണ് ആക്ച്വലി? ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇത് നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഒറ്റടിക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇതിൽ പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. Ready and excited, okay? Because this is going to be something powerful. കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആണ്. Okay, be ready. Are you ready? Let's begin. എല്ലാവരും പരമാവധി ആൾക്കാർ വീഡിയോയിൽ ഒന്ന് വരും കേട്ടോ. I want you to be here in video. Okay, be here in video. നിങ്ങളൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. So please be here in video. Okay, please be here in video. Okay. Hi, please be here in video. Okay, okay. Can you see me? Yes. Can you see the PowerPoint presentation? PowerPoint presentation കാണാൻ പറ്റുന്നുണ്ടോ? Okay. Yes, thank you so much. Okay, thank you. So let's begin. നമ്മുടെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. ഈ ഒരു സെഷനിലേക്ക് കിടക്കുമ്പോൾ വാട്ട് ഇറ്റ് ഈസ്, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നമ്മൾ പലതരത്തിലുള്ള കംഫർട്ട് സോൺ ഉണ്ട്. നമ്മുടെ കംഫർട്ട് സോൺ ശരിക്കും ഡെവലപ്പ് ആകുന്നത് നമുക്ക് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻസെക്യൂരിറ്റി, പേടിയുണ്ട്, ഫിയർ ഉണ്ട്. ഈ ഫിയർ ആണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇതാണ് സേഫ് എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ് ഉണ്ടാക്കി തരും. അതിനപ്പുറത്തേക്കുള്ളത് ചെയ്യാൻ നമുക്ക് പേടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനപ്പുറത്തേക്കുള്ളത് ചെയ്യാൻ നമുക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കംഫർട്ട് സോണിന് അപ്പുറത്താണ് അതുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സക്സസ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണ്. സോ യു ഹാവ് ടു പുഷ് അഗെയിൻസ്റ്റ് ഇറ്റ്. നിങ്ങളെ എന്ത് ചെയ്യണം? പുഷ് യുവർ സെൽഫ്, പുഷ് ഫോർവേഡ് ആൻഡ് ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തേ പോയേ പറ്റൂ. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ നിൽക്കാൻ പറ്റുന്ന സോൺ. പക്ഷേ കംഫർട്ട് സോൺ എന്താണ്? സേഫ്റ്റിയാണ്, അത് ഗ്രോത്ത് അല്ല. സേഫ്റ്റി. അപ്പോൾ സക്സസ്ഫുൾ ആവുന്ന, ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ദേ ആർ റെഡി ടു പുഷ് ദംസെൽസ് ബിയോണ്ട് ദിയർ സേഫ്റ്റി സോൺ. അവരുടെ സേഫ്റ്റി സോണിന് അപ്പുറത്തേക്ക് അവർക്ക് എന്താ വെച്ചാൽ, അവരുടെ സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് അവരെ ബിയോണ്ട് സേഫ്റ്റി സോണിൽ നിന്ന് റിസ്ക് എടുത്ത് പുഷ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് പുഷ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഫെമിലിയർ ആയിട്ടുള്ള, എന്താണ് കംഫർട്ട് സോൺ? കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ ശീലിച്ചിട്ടുള്ള കുറച്ച് സംഗതികൾ ഉണ്ടാവും. നമുക്ക് നോർമൽ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ഉണ്ടാവും. നമുക്ക് ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ഉണ്ടാവും. നമുക്ക് ഫെമിലിയർ ആയ, പരിചയമുള്ള കുറച്ച് സംഗതികൾ ഉണ്ടാവും. ഈ സംഗതികളാണ് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ താല്പര്യമുള്ളൂ. അതല്ലാത്ത നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ?
നമുക്കതല്ലാത്തത് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്താ കാരണം? കാരണം എന്താണ്? ചെയ്യാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? ദ റീസൺ ഇസ് ഓൺലി വൺ തിങ്. നമുക്ക് പരിചയമില്ലാത്തതിന് നമുക്ക് ഭയമാണ്. നമുക്ക് പരിചയമില്ലാത്തതിന് നമുക്ക് ഭയമാണ്. അപ്പൊ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള സംഗതികളാണ്. എന്താണ് നിങ്ങൾക്ക് പരിചയമുള്ളത്, നിങ്ങൾക്ക് ശീലിച്ചത്, നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നോർമൽ ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, അത് നിങ്ങളുടെ പ്രവർത്തികളാവാം. ഇന്ന പ്രവർത്തികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം. അതാണ് നിങ്ങൾക്ക് നോർമൽ. നോർമാലിറ്റിയിൽ ജീവിക്കുന്നവർക്ക് നോർമലായ ഒരു ലൈഫേ ഉണ്ടാവും. സിമ്പിളാണ്. ഡു യു വാണ്ട് എൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ യുണീക്ക് ആയിട്ടുള്ള, കുറച്ചുകൂടെ ബെറ്റർ ലൈക്ക് ഗ്രോത്ത് ഉള്ള, കുറച്ചുകൂടെ റിസൾട്ട് കൂടുതൽ ലഭിക്കുന്ന റിസൾട്ട് വേണോ? കുറച്ചുകൂടെ ഗ്രോത്ത് നിങ്ങളുടെ പ്രവർത്തികളിൽ വരണം, നിങ്ങളുടെ ശീലങ്ങളിൽ വരണം, നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ സാധാരണ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് സാധാരണ വ്യക്തികൾക്ക് ലഭിക്കുന്ന പോലുള്ള റിസൾട്ടേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇഫ് യു വാണ്ട് സംതിങ് സ്പെഷ്യൽ, യു ഹാവ് ടു ബി വില്ലിംഗ് ടു ഡു സ്പെഷ്യൽ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ലോകത്ത് 5% ആൾക്കാർക്ക് ലഭിക്കുന്ന ലോകത്ത് 5% ആൾക്കാർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വില്ലിംഗ് ടു ഡു ദ തിങ്സ് ദാറ്റ് 5% ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തെ 95% ആൾക്കാർ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. യു ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. 95% അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ എന്താ വെച്ചാൽ അവരൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അവർക്ക് പരിചയമുള്ള മേഖലയാണ് കംഫർട്ട് സോൺ. അവർക്ക് ഭയം ഫീൽ ചെയ്യാത്ത ഒരു ഏരിയയാണ്, ഒരു സോണാണ്. കാരണം അവർക്ക് പരിചയമുള്ള. അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന, എത്ര കാലമായി നിങ്ങൾ ഈ സെയിം കംഫർട്ട് സോണിൽ നിൽക്കുന്നു? ആർ യു വില്ലിംഗ് ടു പുഷ് ബിയോണ്ട് ഇറ്റ്? എന്താണ് ഭയക്കുന്നത്? നിങ്ങൾ ഭയക്കുന്നത് എന്തൊക്കെയോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, മനസ്സമാധാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമോ എന്ന ഭയം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാല് നിങ്ങൾ ഇപ്പോൾ ഉള്ള പലതും നിങ്ങൾക്ക് പല നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമോ, നിങ്ങൾ മാറേണ്ടി വരുമോ, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ, വളർന്നു കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളെ നഷ്ടപ്പെടുമോ, ഇപ്പോഴുള്ള നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണ്, ഓക്കെയാണ്, സമാധാനത്തിലാണ്, ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഡിഫറെന്റ് റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ഗോ ദ ഓൾഡ് സെൽഫ്. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പഴയ നിങ്ങൾ ചിലപ്പോൾ വിടാൻ തയ്യാറായേ പറ്റൂ. യുനോ ദർ ഇസ് സംതിങ് കോൾഡ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലേ, അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്താണത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, കുഞ്ഞ് ജനിക്കുമ്പോൾ, ഡെലിവറി കഴിയുന്ന സമയത്ത് എന്താ വെച്ചാൽ പൊക്കിൾ കൊടി എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്യും അല്ലെ? നമുക്കറിയാം. അത് കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാല്, ആ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. ആ ബ്രേക്കിംഗ് നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അതിൻ്റെതായ ജീവിതം തുടങ്ങുകയാണ്. ഒരു പുതിയ ജീവൻ അവിടെ എന്ത് ചെയ്യണം? ആരംഭിക്കുക. ഡിസ്കണക്ഷൻ വേണം, ബ്രേക്ക് ചെയ്യണം. ഇറ്റ്സ് എ സൗണ്ട് ഓഫ് എ ന്യൂ ലൈഫ്. ആ ബ്രേക്ക് ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ ബ്രേക്കിംഗ് ഓഫ് ന്യൂ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്രേക്കിംഗ് ആണ്. ആ കണക്ഷൻ കട്ട് ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ ചില കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് യു ആർ സോ കണക്റ്റഡ് വിത്ത് യുവർ ഹൗസ്, യു ആർ സോ കണക്റ്റഡ് വിത്ത് യുവർ ലൈക്ക് ഫ്രണ്ട്സ്, യു ആർ സോ കണക്റ്റഡ് ആൻഡ് അറ്റാച്ച്ഡ് വിത്ത് യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ പഴയ ശീലങ്ങളുമായിട്ട്, പല പ്രവർത്തികളുമായിട്ട്, പല ഫ്രണ്ട്സുമായിട്ട്, പല രീതികളുമായിട്ട്, പല ആക്ടിവിറ്റീസുമായിട്ട് നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സേഫ്റ്റി തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഇതിനു മുൻപ് റിസൾട്ട് തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഇതിനു മുൻപ് ചെയ്തു തന്നിട്ടുള്ള ചില സംഗതികളാണ്. നിങ്ങളുടെ പഴയ മെത്തേഡുകൾ, പഴയ ചിന്താ രീതികൾ.
നിങ്ങളുടെ ചിന്താ രീതികളുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. സോ യു ആർ സ്റ്റക്ക് സംവെയർ. യു ആർ സോ സ്റ്റക്ക് ഇൻ എ സിസ്റ്റം. യു ആർ സോ സ്റ്റക്ക് ഇൻ എ സൈക്കിൾ. നിങ്ങൾ സൈക്കിളിൽ സ്റ്റക്കാണ്. അപ്പൊ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യലാണ് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. അതിന് മറ്റൊരു പേര് റിസ്ക് എടുക്കുക എന്ന് പറയും. അതിന് മറ്റൊരു പേര് എന്ന് വെച്ചാൽ ട്രസ്റ്റിംഗ് ദ പ്രോസസ് എന്ന് പറയും. എന്നിട്ട് അങ്ങ് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. ആൻഡ് ലൈഫ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗ്രോത്ത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ നഖം വളരുന്നുണ്ട്, മുടി വളരുന്നുണ്ട്, കോശങ്ങൾ ഓരോന്നും ഓരോ 3 മാസം കഴിയുമ്പോൾ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വളരുന്ന ശരീരത്തിൽ വളരാത്ത മനസ്സ് എന്ന് പറയുന്നതും വളരാത്ത ആത്മാവ് എന്ന് പറയുന്നതും എന്താണ് ഒരു മിസ്മാച്ച് ആണ്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും, ഒരു ഫീലിംഗ് ഉണ്ടാവും, ഫുൾഫിൽമെന്റ് ഉണ്ടാവില്ല. അപ്പൊ സോളിന്റെ ഒരു നീഡ് എന്ന് പറയുന്നത്, സോൾ നീഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീഡാണ് വെച്ചാൽ ഗ്രോത്ത് എന്ന് പറയും. ഒരു മനുഷ്യൻ ഗ്രോ ചെയ്യാന്ന് പറയും. So maybe you are not happy, maybe you are not feeling the excitement and joy and fulfillment of life because you are not growing. You are not pushing the limits. You are not taking challenges. You know what? Whether you take it or not, life will give you challenges. The thing is like, life, നിങ്ങൾ റിസ്ക് എടുത്താലും ഹാർഡാണ്, റിസ്ക് എടുത്തില്ലെങ്കിലും ഹാർഡാണ്. ചൂസ് ദ ഹാർഡ് വൈസ്ലി. നിങ്ങൾ ചലഞ്ചസ് നിങ്ങളായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്താൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊആക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾ ചാലഞ്ചസ് സെറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി എൻ എക്സൈറ്റിംഗ് ജേർണി ബിക്കോസ് ദാറ്റ് ഈസ് ദ ജേർണി യു വാണ്ട് ടു എക്സ്പീരിയൻസ്, ബിക്കോസ് യു ഡിസൈൻഡ് ദാറ്റ് ജേർണി. ആ ജേർണി തീരുമാനിച്ചത് നിങ്ങളാണെന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ കുറെ കാലം ഇങ്ങനെ സ്റ്റക്കായിട്ട് വാരിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് is moving forward. ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ലൈഫ് വിൽ ഗിവ് യു ചാലഞ്ചസ്. ആ ചാലഞ്ചസ് നിങ്ങൾക്ക് വരും. ആ ചാലഞ്ചസ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല, നിങ്ങൾ ഡിസൈൻ ചെയ്തതായിരിക്കില്ല. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റോ സംഗതികളോ ചിലപ്പോൾ ഫീൽ ചെയ്തോളുന്നില്ല. സോ വിച്ച് വൺ യു വാണ്ട്? ഏതാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. പക്ഷെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ സ്ട്രെസ്സിലേക്ക് പോകരുതല്ലോ. ഇത്രയും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ ക്ലാസ് കേട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവും കൂടി ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മേ ബി ദിസ് ഈസ് ദ റീസൺ. നമുക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ലൈക്ക് നിങ്ങളുടെ മുൻപിലേക്ക് ഇൻഫർമേഷൻസിന്റെ നോളജ് ഇങ്ങനെ ഓരോ ആംഗിളിൽ നിന്ന്, ഡിഫറെന്റ് ആംഗിൾ, ഡിഫറെന്റ് ഫിലോസഫീസ്, ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സ് ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് ഇൻ ടു യു. നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ചിലപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവില്ല, പക്ഷെ ഇന്ന് പറഞ്ഞാൽ നന്നായിട്ട് കണക്ട് ആവും. ലൈക്ക് വാട്ട് റെസനേറ്റ്സ് യു. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ എടുക്കുക. ദെൻ മൂവ് ഓൺ വിത്ത് ഇറ്റ്. ദെൻ യു ജസ്റ്റ് ഗോ ഫോർവേഡ്. അപ്പൊ ഇന്നത്തെ ഇത് ജനറലി എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, വി ആർ സ്റ്റക്ക് ഇൻ എ പാറ്റേൺ. നമ്മളൊരു പാറ്റേണിൽ സ്റ്റക്ക് ആണ്. അപ്പോൾ നമ്മുടെ പാറ്റേണിലേക്ക് നമ്മൾ നയിക്കുന്നത് എന്താണ്? പേടിയാണ്, ഫിയർ ആണ്. ഫിയർ എവിടുന്നാ വരുന്നത്? ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ്. ഇൻസെക്യൂരിറ്റി എവിടുന്നാ വരുന്നത്? ട്രോമയിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ ചെറുപ്പത്തിൽ ഒരുപാട് സപ്രസ്ഡ് ആയി, ഇമോഷൻസ് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. കൺട്രോൾഡ് പാരന്റിങ് ഉണ്ടായി. അപ്പൊ കൺട്രോൾഡ് പാരന്റിങ് ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺട്രോൾഡ്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒതുങ്ങി. നമുക്ക് നമ്മുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ കഴിയാതാവുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ വി സപ്രസ് അവർ ഫീലിങ്സ്. അങ്ങനെ ഫീലിങ്സ് നമ്മൾ സപ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് പലപ്പോഴും അത് മിസ്റ്റേക്സ് വരുത്തുന്നത് വലിയ തെറ്റാണ്. ഞാൻ മോശമാവും, ഞാൻ നല്ല കുട്ടിയല്ലാതാകും എന്ന ഫീലിങ്സിൽ നിന്ന് നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതായത് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കില്ല, കാരണം മിസ്റ്റേക്സ് വന്നാലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയതിനെ ഭയക്കും, മാറ്റങ്ങളെ ഭയക്കും, ചേഞ്ചിനെ ഭയക്കും. അതാണ് കംഫർട്ട് സോണിലേക്ക് പോകുന്ന ട്രോമ റെസ്പോൺസ്. ക്ലിയർ ആണ്? പല ആൾക്കാരും കംഫർട്ട് സോണിൽ സ്റ്റെക്കായി പോകുന്നത് ആ ഒരു സംഗതി കൊണ്ടാണ്. ഇനി നന്നായിട്ട് കൺട്രോൾഡ് പാരന്റിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാവും. ചെറിയ ആൾക്കാർ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമാധാനം, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒന്നിലും നിലനിൽക്കില്ല. ജമ്പിങ് ബിക്കോസ് ദാറ്റ്സ് എ റിബൽ മൈൻഡ് സെറ്റ്. ഒരു പ്രൊജക്ട് അപ്പൊ ഒന്നിലൊരു സ്ഥിരത ഉണ്ടാവില്ല, കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇത് രണ്ടും അല്ല വേണം. സ്ഥിരത, കൺസിസ്റ്റൻസി വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഗ്രോയിങ് മൈൻഡ് സെറ്റ് വേണം.
സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വേണം, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുത്ത് മുന്നോട്ട് പോകണം, കൺസിസ്റ്റന്റും ആയിരിക്കണം ആക്ഷൻസ്, പ്രൊജക്റ്റുകൾ. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, so seek some tips in setting goals and what are the aspects to consider in goal setting or new goals. Is it a question? Can you explain in Malayalam? Because അതൊരു vague ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. Yes, that's a question. Okay. അതായത് യു ആർ ലുക്കിംഗ് ഫോർ സെറ്റിംഗ് ഗോൾസ്, ഗോൾ സെറ്റിംഗിൽ കുറച്ച് ടിപ്സ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക് മീ. യെസ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മളിപ്പോ കംഫർട്ടബിൾ ആയിട്ട് പോവാണ്. അപ്പൊ അവിടെ നിന്നും നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുതിയ ഒരു ഇതിലേക്ക് വരുന്നതാണല്ലോ നമ്മളിപ്പോ സബ്ജക്റ്റ്. അപ്പൊ നമ്മളുടെ ഗോൾ സെറ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് പുതിയ ഒരു ഗോൾ സെറ്റിംഗ് നമുക്ക് എടുക്കണം. then only അത് വരുള്ളൂ. അപ്പോ കംഫർട്ട് സോണിൽ നിൽക്കുക എന്ന് പറയുന്നത് ചിലർക്ക് പിന്നെ വേറെ ഗോൾസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ. അത് മതി, ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദ പ്രസന്റ് കംഫർട്ട്, ബട്ട് വൈ ഷുഡ് ബി ടേക്ക് എ ന്യൂ ഗോൾസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗോൾ സെറ്റിങ്ങിന്റെ കാര്യത്തെ പറ്റി ചോദിക്കുന്നത്. സം ടിപ്സ്, ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തിനാണ്, വാട്ട് ആർ ദ ആസ്പെക്ട്സ് ടു കൺസിഡർ ഇൻ സെറ്റിംഗ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. താങ്ക് യു. ഓക്കെ, ഐ വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ പറഞ്ഞു വന്നത് വെച്ചാല് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കംഫർട്ട് സോണിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, വീട്ടില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മൾ ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡാബ്ലേഴ്സ്. ഈ ഡാബ്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാല് ഇവര് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും, ഒരു 30% ഗ്രോത്ത് ഉണ്ടാവും. ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോഴേക്കും ഇവർക്ക് സ്ട്രെസ് വരും. ഇവരെന്ത് ചെയ്യും, ബിസിനസ് ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇവർ പറയുമെന്ന് വെച്ചാൽ മാർക്കറ്റ് മോശമാണ്, കംപ്ലീറ്റ് ആണ്, അതാണ് ഇതാണ്. കാരണം ഏതൊരാൾ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലും 30% കഴിഞ്ഞാൽ പ്ലാറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അധികം വരാത്ത ഒരു സാച്ചുറേഷൻ പോയിന്റ് ആണ്. കാരണം നമ്മൾ സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റീഇൻവെന്റ് ചെയ്യണം, അവിടെ പുതുതായിട്ട് നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം നമുക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിലേക്ക് പോകും. സക്സസ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയും. നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ് എന്ന് പറയും. വിജയം ഫെയിൽ ആകുന്നതിന് അത്ര വലിയ ഫെയിലിയർ വേറെ ഇല്ല. വിജയം ഫെയിൽ ആകുന്ന അത്ര വലിയ ഫെയിലിയർ വേറെ ഇല്ല. വിജയം തന്നെയാണ് ഏറ്റവും വലിയ ഫെയിലിയർ. അതറിയാം. ഇറ്റ്സ് വെരി ഐറോണിക്, റൈറ്റ്? കാരണം എന്താ വെച്ചാൽ നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ കംഫർട്ട് സോണിലേക്ക് പോകും. നമ്മൾ എന്താ വെച്ചാൽ ഓക്കെ, ഇനി ഇങ്ങനെ മതി, ഇത്ര മതി, കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സംഗതി. ഉടനെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ സേഫ് ആണ്. ആക്ച്വലി നമ്മൾ സേഫ് അല്ല. കാരണം ലോകം മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്, മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേര് ചലിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ഇവിടെ നിന്നു, ഇത് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ സംഭവിച്ചു? ഇയാൾ ഇവിടെ നിന്നു, ഇയാൾ ഇവിടെ തന്നെ നിൽക്കാന്ന് അയാളുടെ വിചാരം. ആക്ച്വലി ഇയാൾ പുറകിലായി, റൈറ്റ്? ഇയാൾ മുന്നോട്ട് പോകും തോറും ഇയാൾ ഒരുപാട് പുറകിലായി. പറഞ്ഞാൽ അപ്പോ വേൾഡ് മുന്നോട്ട് പോയിക്കുന്നതോറും നമ്മൾ എന്താകും, സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, സംഗതികൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും 6 മാസം ഞാൻ ഇവിടെ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 കൊല്ലം ചിലപ്പോൾ നിന്നതിന് തുല്യമാകും. കാരണം ആ രൂപത്തിൽ ഫാസ്റ്റ് ആയിട്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. സോ കംഫർട്ട് സോണിൽ പലപ്പോഴും നമ്മൾ വെരി ഡേഞ്ചറസ് ടു ബി ദേ. കംഫർട്ട് സോൺ ഈസ് ആൾസോ എന്താണ്, നമ്മൾ എന്താ വെച്ചാൽ ഒരു എലിയുടെ കഥ പറയാറുണ്ട്. ലൈക്ക് ഈ ഒരു എലി ഭക്ഷണം തേടി ഇങ്ങനെ നടന്നു കുറേ കാലം. അങ്ങനെ ഒരു പത്തായത്തിൽ ചെന്നപ്പോൾ ഒരു ഭരണിയിൽ നിറയെ എലിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ഉണ്ട്. അങ്ങനെ എലി എന്ത് ചെയ്തു, അതില് ആ ഒരു ഭരണിയിൽ കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എലിക്ക് നല്ല സന്തോഷം, കാരണം അതിൽ നിറയെ ഫുഡ് ഉണ്ട്. അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് അവസാനം എന്തായി, ആ ഭരണി ഭക്ഷണം താഴ്ന്നില്ല, എല്ലാം അങ്ങനെ കഴിച്ച് തീർന്ന് അവസാനം ആ ഭരണിയിൽ അവസാനം എന്ത് ചെയ്തു, പുറത്ത് കടക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോയി. ഭക്ഷണം തീർന്നും ചെയ്തു, അത് വണ്ണം വെച്ചും ചെയ്തു, ഭക്ഷണം തീർന്നും ചെയ്ത് പുറത്തെടുക്കാൻ കഴിയാതെയായി. അവിടെ കുടുങ്ങിപ്പോയി. അങ്ങനെ അവസാനം അതങ്ങ് ചത്തു. നമ്മളിലധികം ആൾക്കാർ എന്താ വെച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, റഷീദ് കപ്പ പറഞ്ഞതുപോലെ പുതിയ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
പുതിയ കാര്യങ്ങൾ നമ്മൾ തേടിപ്പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റക്കായി പോകും, നമ്മുടെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. പുതിയ ഗോളുകൾ നമുക്ക് വേണം. ലൈഫിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ജേർണി എന്ന് പറയുന്നത് അവിടെയാണ്, വളർച്ച കിടക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു പോയിന്റിലേക്ക് നോക്കാം. ഡാബ്ലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എന്തെങ്കിലും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാകും, എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത സംഗതികൾ ലൈക്ക് ഗ്രോത്ത് വന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു റിസൾട്ട് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറയും മാർക്കറ്റ് മോശമാണ്, അല്ലെങ്കിൽ സംഗതികൾ മോശമാണ്, കാര്യങ്ങൾ നടക്കുന്നില്ല, ഇത് റെഡി ആവില്ല, ഈ പ്രൊജക്ട് എന്നെ കൊണ്ട് ചെയ്യാൻ. ഇവരെന്ത് ചെയ്യും? അത് നിർത്തിപ്പോവും, വേറെ എന്തെങ്കിലും പോയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവരാണ് ഡാബ്ലേഴ്സ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരവസ്ഥ. പുതിയ ആശയങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പിന്നാലെ പിന്നെ പോകുക. ഒരു കോഴ്സ് ചെയ്യുക, അത് ചെയ്തിട്ട് അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് അടുത്ത കോഴ്സിലേക്ക് പോകും. ഒന്നും പൂർത്തിയാക്കില്ല. ദേ ആർ നോട്ട് ഫിനിഷേഴ്സ്. അവരുടെ കംഫർട്ട് സോൺ അതാണ്. ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുക, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ സംഗതികൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് റിസ്ക് എടുക്കും. പക്ഷെ അവരുടെ കംഫർട്ട് സോൺ എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ കംഫർട്ട് സോൺ. റൺ ചെയ്യുന്നവരുടെ കംഫർട്ട് സോൺ അല്ല. ഫോർ ദം ദാറ്റ് ഈസ് ലൈക്ക് വെരി സ്കേറി തിങ്. അവർ ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ല, അവർ അതിൽ നിന്ന് ഒളിച്ചു കൊടുക്കുന്നു. സോ വട്ട് എവർ ദാറ്റ് യു ആർ സോ സ്കെയർഡ് ടു ഡു, ദാറ്റ് ഈസ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ പേടിച്ചു നിൽക്കുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആ സംഗതികളെല്ലാം, എന്നിട്ട് നിങ്ങളെ പിൻവലിക്കുന്ന സംഗതികളെല്ലാം നിങ്ങളുടെ കംഫർട്ട് സോൺ. അങ്ങനെ നിങ്ങളുടെ ഏരിയാസ് ഏതൊക്കെയാണ്? നിങ്ങൾ പേടിക്കുന്ന ഏരിയാസ് ഏതാണ്? അപ്പൊ അതിനെന്താ വെച്ചാൽ മറികടക്കാൻ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വി നീഡ് ടു ഗെറ്റ് സപ്പോർട്ട്. നമ്മൾ അത് ചെയ്യില്ല എന്നുള്ളത്. അടുത്തൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, ഇവരെന്താ വെച്ചാൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. ദേ വിൽ ബി സ്റ്റാർട്ടിങ് സ്ട്രെസ്സേഴ്സ് എന്ന് അവരുടെ പേര്. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് എന്താ വെച്ചാൽ ഇതേപോലെ ഒരു 30% ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ പ്ലാറ്റോ എന്ന് പറയുന്ന സ്റ്റേജസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു സാച്ചുറേഷൻ ആണ്. ആ ഗ്രോത്ത് ഇല്ലാതിരിക്കുമ്പോൾ ഇവർ വല്ലാണ്ട് സ്ട്രെസ് അടിക്കും. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ക്രൈസിസ് വരും, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇവർ നിർത്തിപ്പോകില്ല. ഇവരെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കുറെ സ്ട്രെസ് അനുഭവിച്ചു, ടെൻഷൻ അനുഭവിച്ച് എങ്ങനെയെങ്കിലും മാർക്കറ്റ് അനുകൂലമോ അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമോ ഇവർ രക്ഷപ്പെടും. അടുത്ത 30% ഗ്രോത്തിലേക്ക് പോകും. ഓക്കെ, അടുത്ത 30% ഗ്രോത്തിലേക്ക് പോകും. അങ്ങനെ ഒരു 30% ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലെ അവരെന്ത് വെച്ചാൽ സ്ട്രെസ്സിലാവും, ബുദ്ധിമുട്ടിലാവും, പ്രയാസത്തിലാവും, സംഗതികളിലാവും, വല്ലാത്ത ടെൻഷനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? then again another എന്താ പറയുക, സ്ട്രെസ് വല്ലാണ്ട് അനുഭവിച്ചിട്ട് എന്ത് ചെയ്യും? വീണ്ടും again they go to the goals. 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഇവർ 20 വർഷം 30 വർഷമൊക്കെ ആയാലും അച്ചീവ് ചെയ്യൂല. പക്ഷെ ഇവരുടെ ലൈഫിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാകും? ഇവർക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. നല്ല ആരോഗ്യാവസ്ഥ ഉണ്ടാവില്ല, നല്ല കുടുംബജീവിതം ഉണ്ടാവില്ല, നല്ല സമാധാനം ഉണ്ടാവില്ല, നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇവരെല്ലാം റിസ്ക് എടുത്ത് പോകുന്നവരായിരിക്കും. പലപ്പോഴും സ്ട്രെസ് ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇവർക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഇവർക്ക് തോന്നിയ മാതിരി ഒറ്റബുദ്ധിയാണ്. നല്ല ട്രോമയുള്ള ആൾക്കാരാണ്, റിബൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. ആരും പറയുന്നതൊന്നും കേൾക്കൂല. ഇവര് ഡാബ്ലേഴ്സ് എന്താണ്? ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവർക്ക് പേടിയാണ്, സേഫ്റ്റി മൈൻഡ് സെറ്റ് ആണ്, ഇവർ നിർത്തിപ്പോകും. മറ്റവരെന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ പ്രശ്നങ്ങളാണ്. എന്തൊക്കെയോ ചെയ്യും, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അവരുടെ കംഫർട്ട് സോൺ എന്താണ്? അവരുടെ കംഫർട്ട് സോൺ ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കംഫർട്ട് സോൺ. ഞാൻ ഒറ്റബുദ്ധിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കംഫർട്ട് സോൺ. ഞാൻ ആരോടും ഐഡിയാസ് ചോദിക്കില്ല. ഞാൻ ആരുടെയും അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിന്റെ സപ്പോർട്ടോ സംഗതികളോ തരില്ല. ഇവർക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്റെ ബുദ്ധിക്ക്, എന്റെ സംഗതികൾക്ക്, എന്റെ ഇഷ്ടത്തിന്, എന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ഇഷ്ടത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇങ്ങനെ ടൈപ്പ് ആൾക്കാർക്ക് എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെന്താ വെച്ചാൽ ഗ്രോ ചെയ്താൽ ഇവർക്ക് സ്ട്രെസ് ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയില്ല, ഇവരുടെ ഹെൽത്ത് ഉണ്ടാകും. ഇതാണ് ഇവർ ഗ്രോ ചെയ്യും. പക്ഷെ അടുത്ത ടൈപ്പ് ആൾക്കാരുണ്ട്, അവരാണെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് എന്ന് പറയും. മാസ്റ്റേഴ്സിനുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇവരെന്താ വെച്ചാൽ ഇവരും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇവര് പോവുകയാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ട് പോകുന്നു. ഒരു 30% എത്തുമ്പോൾ ഇവർക്കും ഇവരുടെയും പ്രൊജക്റ്റിൽ നിന്നുണ്ടാവും പ്ലാറ്റോ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാവും. കാരണം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും. ദ തിങ് ഇസ്, അവരതിനെന്താ വെച്ചാൽ ആ സാച്ചുറേഷൻ പോയിന്റിനെ അവര് ഒരു കൺസൾട്ടന്റിനെ കണ്ടിട്ട് അവരെന്ത് ചെയ്യും? അത്
നേരെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവരത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു കൺസൾട്ടന്റിനെ കണ്ടിട്ട് അവരത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നിട്ട് അവരെന്ത് വെച്ചാൽ അറിവുള്ള ഒരാളോട് ചോദിക്കും. മറ്റുള്ള ഒറ്റ ബുദ്ധിയല്ല, സ്വയം തീരുമാനം എടുക്കില്ല, ടെൻഷൻ അടിക്കില്ല. 30% കഴിയുമ്പോൾ അവർ നേരെ എന്ത് ചെയ്യും? ആ സ്റ്റേജിൽ നിന്ന് വീണ്ടും അടുത്ത പോയിന്റിലേക്ക് പോകും. അവർക്ക് ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല, സംഗതികളില്ല. അവരെന്ത് വെച്ചാൽ ടെൻഷനോ സംഗതികളോ ഒരു സിറ്റുവേഷൻസോ ചാലഞ്ചസോ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? മറികടന്ന് അവരുടെ ഗോളിൽ 10 വർഷം കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് 7 വർഷം കൊണ്ട് അവർ അച്ചീവ് ചെയ്യും. ദേ വിൽ അച്ചീവ് ഫാസ്റ്റർ. പലപ്പോഴും പ്രോബ്ലം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാവേണ്ടത്? ഡാബ്ലേഴ്സ് ഓർ സ്ട്രെസ്സേഴ്സ് ഓർ മാസ്റ്റേഴ്സ്? മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങളിപ്പോ ആരാ? ഡി ആണോ, എം ആണോ, അതല്ല എസ് ആണോ? സ്ട്രെസ്സർ സത്യസന്ധമായിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ഏതാണ്? നമുക്ക് മാറുള്ളത് നമുക്ക് പിന്നെ എഴുതാം. ഇപ്പൊ ഏതാണ്? അമാനി പറയുന്നു സ്ട്രെസ്സർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഗസ്ന പറയുന്നു ലൈക്ക് ഡാബ്ലർ ആണ്. ഓക്കെ, നൗ ഡി. ഓക്കെ, റിയലി? ഓക്കെ, ഡാബ്ലർ. ഓക്കെ, ശരി, ഐ കൺ ബിലീവ് ഇറ്റ്. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് പോകണം? മാസ്റ്റേഴ്സിലേക്ക് പോകണം. സോ ഇഫ് യു ആർ എ ലേണിംഗ് പേഴ്സൺ, ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. യു ആർ എ മാസ്റ്റർ. യു വാണ്ട് ടു ഡു തിങ്സ് കറക്റ്റ്. യു ആർ ലേണിംഗ് ഫ്രം us. നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പഠിച്ചിട്ട് മാറ്റാൻ നിങ്ങൾ തയ്യാറാണ്. സോ ഈ പഠനം തുടരണം. നിങ്ങൾ കോഴ്സുകൾ ചെയ്യണം, പഠനം തുടരണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകണം. നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു എക്സസൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ആർ അറ്റാച്ച്ഡ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിലാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്? എന്തിലാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കണം. നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന, വിട്ട് കളയാൻ കഴിയാത്ത, ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്ത് ശീലങ്ങളാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതി, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. പ്രവർത്തിക്കുന്ന രീതി, ഈ നാടിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും നിങ്ങൾക്ക്. ഈ നാട്ടിൽ നിന്ന് പോയാൽ പ്രശ്നമാണ്. ട്രാവൽ ചെയ്യാൻ മടി അല്ലേ? ചില ആൾക്കാരുതാ, എന്റെ നാട്ടിൽ കൊച്ചിയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട് സാർ, ലൈക്ക് എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട് സാർ, പത്തനംതിട്ടയിൽ പ്രോഗ്രാം ഉണ്ട്. യുവർ കംഫർട്ട് സോൺ ഈസ് യുവർ ലൈക്ക് ദാറ്റ് പ്ലേസ്. ആ ലൊക്കേഷനാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കംഫർട്ട്. ഗെറ്റ് ഔട്ട്. ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അവിടുന്ന് പുറത്ത് കടന്നിട്ട് മുംബൈ പോയിട്ടാണെങ്കിലും ശരി, ഡൽഹി പോയിട്ടാണെങ്കിലും ശരി, കൊച്ചി പോയിട്ടാണെങ്കിലും ശരി, കാലിക്കറ്റ് പോയിട്ടാണെങ്കിലും ശരി, ഗോ ആൻഡ് ലേൺ. ദാറ്റ് ഈസ് എ കംഫർട്ട് സോൺ യു നീഡ് ടു ബ്രേക്ക്. ഹോം സിക്നസ് ഈസ് മൈ കംഫർട്ട് സോൺ. Yeah, I know. Like, if you want to, like, what do you want to experience എന്നുള്ളതാണ്. What kind of life you want to experience? നിങ്ങൾക്ക് വേറൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണം. അത് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. അതല്ല ഇങ്ങനെ മതിയെങ്കിൽ ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്. സംടൈംസ് നമ്മളൊക്കെ വെച്ചാൽ വി ഹാവ് ടു ബി വില്ലിംഗ് ടു സാക്രിഫൈസ്. ചില കാര്യങ്ങൾ ത്യജിക്കാൻ, ചില കാര്യങ്ങൾ ചാലഞ്ച്. അപ്പൊ അതിനനുസരിച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഹോം സിക്നസ് ഉണ്ട് ചിലപ്പോൾ ലൈക്ക് യു മൈറ്റ് ബി ലൈക്ക് ഷുഡ് ബി ചേഞ്ചിങ് യുവർ ഹോം, യുവർ ഫാമിലി, ടേക്കിംഗ് യുവർ ഫാമിലി വിത്ത് യു ദേ. അങ്ങനെ വേണ്ടി വരും. ടേക്ക് എ ഡിസിഷൻ. അപ്പൊ ഒരു പേടിയാണ്, അതെന്താകും, എങ്ങനെയാകും, അപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ എന്താകും. ലൈക്ക് വി ആർ ഹാവിങ് ലോട്ട് ഓഫ് കൺസേൺസ്, റൈറ്റ്? ആ പേടിയല്ലേ നമ്മുടെ കംഫർട്ട് സോൺ. ദാറ്റ് ഈസ് അവർ കംഫർട്ട് സോൺ. ബട്ട് യു ആർ അറ്റാച്ച്ഡ്. പോരാ, ഇനിയും ഉയരങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് പൊട്ടുന്നു. രാവിലെ 9 മുതൽ 9 വരെ വർക്ക് ചെയ്യാൻ പ്രയാസം അല്ലോ. തുടങ്ങുന്ന ബിസിനസ് എല്ലാം പൊട്ടിപ്പോകുന്നു. രാവിലെ 9 മണി മുതൽ ലൈക്ക് പുലർച്ചെ രാത്രി 9 മണി വരെ വർക്ക് ചെയ്യാൻ പ്രയാസമുള്ളൂ. എന്താണ് ആ പ്രയാസം? വൈ യു ആർ വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട് ഈസ് ദ ഫീലിംഗ് ദാറ്റ് യു ആർ അറ്റാച്ച്ഡ്? ബ്രേക്ക് ദാറ്റ് അറ്റാച്ച്മെന്റ്. EFT പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടാപ്പ് ചെയ്യുക. ആ ഫീലിങ്സിനെ, ആ ഫിയറിനെ എടുത്തിട്ട് എന്ത് വെച്ചാൽ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യാം. ഏത് ഇമോഷനിലാണ് നിങ്ങൾ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത്? ആ ഇമോഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു, വിഷമം ക്രിയേറ്റ് ചെയ്യുന്നു, ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു ഇമോഷനാണ്. EFT ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാം, പഠിക്കാൻ അറിയാം. യു ബ്രേക്ക് ദാറ്റ് ബിലീഫ്, യു ബ്രേക്ക് ദാറ്റ് ഫിയർ ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം ദർ. ടേക്ക് എ ഡിസിഷൻ. ആ അറ്റാച്ച്മെന്റ് ബ്രേക്ക് ചെയ്യും.
നിങ്ങൾക്ക് അതിനോട് അറ്റാച്ച്മെന്റോ പേടിയോ ഫിയറോ ഒന്നും ഫീൽ ചെയ്യില്ല. യു വിൽ ഫീൽ ലൈക്ക് വെരി ഇമോഷണൽ അല്ലാത്തൊരു രീതിയിൽ നിങ്ങൾക്ക് സെൽഫ് ഫീൽ ചെയ്യും. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ടേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് പോകും. അപ്പോ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാൻ പ്രയാസം. രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഉറക്കമൊക്കെ കളഞ്ഞിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്നാലും എക്സാമോ കാര്യങ്ങളോ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. പക്ഷെ അങ്ങനെ പഠിക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, സോ I am between S and M. Yes, you are between S and M. So there is some stress and there is M. Mastery in the S is there. So how to find? എന്താണ്, എങ്ങനെയാണ് കണ്ടെത്താൻ ചോദിച്ചത്? എന്താ അറിയാ? What is that? അതായത് ആ ചോദ്യം ചോദിച്ചേ. You have a question. അല്ല, നമ്മുടെ ഈ കംഫർട്ട് സോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയാ ബ്രേക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ജസ്റ്റ് ചിന്തിച്ചപ്പോ അങ്ങനെ ബിസിനസ്സിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു സോൺ ഇല്ല. റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോ പേഴ്സണൽ ലൈഫിൽ ചില കാര്യങ്ങൾ അത് വരുന്നുണ്ട്. ഞാൻ പക്ഷെ അതിന് മുമ്പുള്ള ക്ലാസ് ഓക്കെ പറഞ്ഞോളൂ. Fully, come on, tell me. ഇതിന് മുമ്പുള്ള ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻസ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഞാനൊരു പുതിയ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു അതൊക്കെ ചിലപ്പോൾ എന്റെ കംഫർട്ട് സോൺ ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ എന്റെ എക്സ്ക്യൂസസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക, നമ്മൾ ഏത് കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ കംഫർട്ട് സോൺ എന്ന്? Okay, what kind of life you want? A peaceful life, a happy അതെ, life, and financially അതെ. growing life. So set your what kind of life എന്നുള്ളതിന്റെ എൻഡ് ഗോൾ സെറ്റ് ചെയ്യുക. ആ എൻഡ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് ഗോൾ ഉണ്ട്. നമുക്ക് ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ട്, കരിയർ ഗോൾ ഉണ്ട്, ഹെൽത്ത് ഗോൾ ഉണ്ട്, വെൽത്ത് ഗോൾ, ഇങ്ങനെ പലതും ഉണ്ട്. ബട്ട് there is something called നമ്മളിത് ഓൾറെഡി നമ്മളിത് ഓൾറെഡി നമ്മുടെ EFT ക്ലാസ് നടക്കുന്ന സമയത്ത് അതൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ഇവൻ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു ലൈഫാണ്, ഒരു സെക്കൻഡ് ഓപ്ഷൻ, ഒരു നല്ല ലൈഫാണ് ഞാൻ ഗോളായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. yeah, ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ഇമേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു yeah, മാരേജ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. yeah, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഓക്കെ നമുക്കൊരു ഫാമിലി ലൈഫ്, ഇപ്പൊ സാർ പറഞ്ഞ ആ ഒരു 30 മിനിറ്റ്സിന്റെ ആ ഒരു മെഡിറ്റേഷൻ ഇല്ലേ, yeah, അതാണ് ഞാൻ ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്താണ് ഓക്കെ എനിക്കും ഇതേ കണക്ക് ഇങ്ങനെ ഇമേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഫാമിലി ലൈഫൊക്കെ വേണം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയിട്ടാണ് ഞാൻ ആ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ആ ഒരു കുറെ ഗോൾസ് സെറ്റ് ചെയ്യാൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനതൊരു ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് 15 days ആയിട്ട് അതൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. yeah, പക്ഷെ അത് ഫോളോ ചെയ്യുമ്പോഴും ഇതേ കണക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. mm, ഈവൻ ഞാനിപ്പോ പറഞ്ഞ ജസ്റ്റ് പേഴ്സണൽ ലൈഫിലെ കാര്യം മാത്രമാണ്, yeah, റിലേഷൻഷിപ്പിലെ ആ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ അത് തന്നെയാണ് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഒരു ചാൻസ് കൂടി നോക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണേ. പക്ഷെ yeah, അങ്ങനെ പോകുമ്പോഴും ഫുള്ള് പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പൊ yeah. നമ്മൾ എത്ര So, പോസിറ്റീവ് ആയാലും, അതായത് എന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉച്ചവരെ ഞാൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഉച്ച കഴിയുമ്പോഴത്തേക്കും എന്റെ എനർജി ഡൗൺ ആയി ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെന്ന് പെട്ടിട്ടുണ്ടാവും. okay. So ഒരു കാര്യം പറയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ശ്രീയോട്, വലിയ പ്രശ്നങ്ങളുള്ള, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ള ലൈഫാണെന്ന് ചോദിച്ചു, പേഴ്സണൽ ലൈഫിന്റെ കാര്യം. സോ ദർ ആർ തിങ്സ് ദാറ്റ് യു കൻ നോട്ട് കൺട്രോൾ. ഓക്കെ, അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഡോണ്ട് അറ്റാച്ച് യുവർ സെൽഫ് ടു ദാറ്റ് റിലേഷൻഷിപ്പ്. യു നീഡ് എ ഹാപ്പി ലൈഫ്. ഓക്കെ, നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫാണ് വേണ്ടത്. ബട്ട് യു ഡോണ്ട് നീഡ് ദിസ് ഹാപ്പി ലൈഫ്. അങ്ങനെ വേണ്ട. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എന്താ വെച്ചാൽ ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം ഈ റിലേഷൻഷിപ്പിൽ. നോ, യു ഡോണ്ട് നീഡ് ടു ട്രൈ എനിത്തിങ്. യു ഹാവ് ട്രൈഡ് മെനി തിങ്സ്. യു ആർ സോ ടയേർഡ്. ഓക്കെ, സോ ബട്ട് ദ തിങ് ഈസ് if it is let it, if it is meant to happen, let it happen, because that's, you want a peaceful life, you want a family life. What if you find a നമ്മള് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഒരാളുമായിട്ടുള്ള ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. കുറേ ട്രൈ ചെയ്തതാണ്, ട്രൈ ചെയ്ത് കൺട്രോൾ ചെയ്തപ്പോഴൊക്കെയാണ് പ്രശ്നങ്ങളായത്. ഇപ്പോഴും ട്രൈ ചെയ്ത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. നൗ ലെറ്റ് ഇറ്റ് ഗോ. ലെറ്റ് ഇറ്റ് ഗോ മീൻസ് പേടിക്കണ്ട. ദാറ്റ് ഈസ് യുവർ കംഫർട്ട് സോൺ. Let it go. Let it go. Let it go. Because trust the process.
work on yourself. Okay, work on yourself. If that is, നമ്മളെ വർക്ക് ചെയ്ത് നമ്മളെ എനർജി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഹാപ്പി ലൈഫ് കാണുക. ഓക്കെ, ആ ബ്യൂട്ടിഫുൾ ഹാപ്പി ലൈഫ് കാണുക. അത് കണ്ടിട്ട് എന്താ വെച്ചാൽ അത് നമ്മൾ മനസ്സിൽ കാണുക. അത് ഇന്ന വ്യക്തി ഇന്ന രൂപത്തിൽ എന്നുള്ള രീതിയിൽ സ്പെസിഫിക്കലി യു വിഷ് ഫോർ എ ഗുഡ് ഹാപ്പി ലൈഫ്. ദാറ്റ്സ് ഓൾ. അത് ഈ വ്യക്തിയിൽ നിന്നാണ് ലഭിക്കേണ്ടത് എങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് അത് ലഭിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ലഭിക്കും, നൽകിയേക്കാം. വൈ ഡു വി നീഡ് ടു സഫർ എ ലോട്ട്? അപ്പോ ഇതെന്താ വെച്ചാല് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയിൽ നിന്ന് തന്നെ വേണമെന്നുള്ളത് ബിക്കോസ് ദാറ്റ് മച്ച് അറ്റാച്ച്മെന്റ് ഇസ് ദെയർ, ദാറ്റ് മച്ച് മെമ്മറീസ് ഇസ് ദെയർ, ദാറ്റ് മച്ച് ഫീലിംഗ് ഇസ് ദെയർ. അങ്ങനെ അതിന്റെ പെയിൻ ക്യാരി ചെയ്യുമ്പോഴാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഗിവിങ് യു മോർ പെയിൻ, റൈറ്റ്? അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അത് വിടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി എന്താ തീരുമാനിച്ചോന്ന് നോക്കാം. ഇത്രയും കാലം ഞാൻ കുറെ തീരുമാനിക്കാൻ തീരുമാനിച്ചു, നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു പേടി ഉണ്ടാവും. എന്താ വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് നഷ്ടപ്പെടും. ഇത് പേടി ആ പുള്ളിയോടുള്ള സ്നേഹമല്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ എന്ത് ചെയ്യും എന്ന പേടിയിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റി. ഓക്കെ, ക്ലിയർ ആണ്? സോ അത് ആദ്യം മനസ്സിലാക്കി. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മീ ബീയിങ് alone. I don't want to be alone. I don't want, like, all of a sudden, what if I become alone? And all of a sudden, what's happening? What's like, so those kind of അത് നമ്മളെന്ന് വെച്ചാൽ അത് ആ ആൻസൈറ്റിലേക്കാണ്. അത് ഹീൽ ചെയ്യാം. You just calm yourself and heal yourself and work on yourself, work on your project. Don't try to control the situation. Don't try to go there. Like, let me try one more time. Why? Because you're so attached to it. That's your comfort zone. Understand that. That's like, you're so attached to it. ഇതിനർത്ഥം ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ ട്രൈ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. Sometimes you have tried so much, and if your method is not working, let the God's plan work. Let the universe plan work. If you are meant to be, it will happen. If it is happening for a good reason, it will happen. Sometimes we have to let go. Otherwise, it will give you a lot of stress. And what if, like, you might end up, അത്രയും ഡേഞ്ചർ ആയിട്ടല്ലേ നമുക്കിത് അനുഭവപ്പെടുന്നത്. വെരി ഡേഞ്ചറസ്ലി നമ്മളെ മാനസികമായിട്ട് ഇത് ബാധിക്കുന്നു. ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിത് കൊണ്ടുപോകും. Right? I know what you are going through because we spoke, right? So that's a very dangerous path you are going. So the thing is, like, like, stop trying to working on it. Okay, whatever the method you are using, stop trying. The thing is, like, you trust I will have a beautiful life. I don't know with whom, when, how, but I trust in the process. This is all you have to practice. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മറ്റത് അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഗോൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഇനി ബിസിനസ്സിലേക്ക് വരാം. ബിസിനസിന്റെ ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചു. ബിസിനസ്സിൽ ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ആർ യു ഡൂയിങ് ഓൾ ദ തിങ്സ് റൈറ്റ്? എവറി ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് ആണോ പോകുന്നത്? റിയ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഹലോ, ഹലോ. ഞാൻ ചെയ്യുന്ന പാർട്സിലൊന്നും ഒരു മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഇപ്പോഴാണ് അത് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു കോഴ്സിനൊക്കെ ചെന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് ആങ്സൈറ്റിയോടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതല്ലാതെ ഇന്നലെ ആണെങ്കിലും നമ്മുടെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഒരു എല്ലാം വരുമ്പോൾ ഈ സ്പീഡിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അത്രയും സ്പീഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞ ആ സ്ട്രെസ് ലെവലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഒരു ഹൈക്ക് വരും, പിന്നെ ഇങ്ങനെ ഒരു 2-3 മാസം ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഒരു ഹൈക്ക് വരും, പിന്നെ ഒരു 2-3 ദിവസം ഇങ്ങനെ ആയിരിക്കും. so that means അതാണ് നമ്മുടെ ഒരു consistency പാറ്റേൺ. issues there, right? Consistency issues there.
സോ കൺസിസ്റ്റൻസി, അപ്പൊ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താ വെച്ചാൽ കംഫർട്ട് സോൺ എന്ന് പറയും. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ, ദാറ്റ് ഇസ് ദ ഏരിയ യു ഷുഡ് വർക്ക്. അതെങ്ങനെ വർക്ക് ചെയ്യുക? അതിന് എന്താണ്, അപ്പൊ ആ ഡൗൺ ആകുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്, ലൈക്ക് മനസ്സിലാവുന്നു, നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? എത്ര ഞങ്ങളിപ്പോ 3 പേരാണ്. 3 പേരാണ്. പാർട്ട്നേഴ്സ് 3 പേരാണ്. പാർട്ട്നേഴ്സ് 3 പേരാണ്. വാട്ട് അബൌട്ട് ദ അതർ ടീം മെമ്പേഴ്സ്, ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് നമുക്കൊരു പെർമനന്റ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ 2-3 പാർട്ട് ടൈം സ്റ്റാഫുകളുണ്ട്. സോ ഇപ്പൊ ഈ പാർട്ട് ടൈം സ്റ്റാഫുകളും പെർമനന്റ് സ്റ്റാഫ്, ഇങ്ങനെ പെർമനന്റ് സ്റ്റാഫ് കുറച്ച് പേരുണ്ട്, പാർട്ട് ടൈം സ്റ്റാഫ്. ഇപ്പൊ അതുള്ളത് കൊണ്ടെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലേറെ നിങ്ങളെക്കാട്ടിലും വലിയൊരു കമ്പനി ഉണ്ട്, അത് കൂട്ടി നിങ്ങളെക്കാട്ടിലും വലിയ വോളിയം ചെയ്യുന്ന, വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടോ? ഉണ്ട്. സോ വൈ യു ആർ നോട്ട് അറ്റ് ദെയർ ലെവൽ? ഓക്കെ, വൈ യു ആർ നോട്ട് അറ്റ് ദെയർ ലെവൽ? ആ ലെവലിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് എത്തുന്നില്ല? ആസ്ക് യുവർ സെൽഫ്. ആൻഡ് വാട്ട് ഈസ് ദ കംഫർട്ട് സോൺ ദാറ്റ് ഈസ് പുട്ടിങ് യു ഇൻ ദിസ് പൊസിഷൻ? നിങ്ങളുടെ കമ്പനിയെ ഈ പൊസിഷനിൽ നിലനിർത്തുന്ന ഫാക്ടേഴ്സ് എന്താണ്? കാരണം നിങ്ങൾ ചിലപ്പോൾ എന്താ വെച്ചാൽ, ഓക്കെ, അവർ വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യണമെങ്കിൽ യു മൈറ്റ് നീഡ് ക്യാപിറ്റൽ, ഓർ അവർ വർക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മൈറ്റ് നീഡ് എ ബ്രാൻഡിങ്. അത് അവർ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പോലെ മാൻ പവർ ടീം മെമ്പേഴ്സും വേണം. സോ വാട്ട് ആർ യു അഫ്രെയ്ഡ് ഓഫ്? ആ സംഭവം തന്നെയാണ്. കാരണം ഒരു വേണമെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞ കണക്ക് നമുക്കൊരു ടീം ആക്കി എടുക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ ബിഗിനേഴ്സ് അല്ലേ. അപ്പോ നമുക്ക് ഇൻകം വരുമ്പോ അതെ, അപ്പൊ എന്താ വെച്ചാൽ എല്ലാം കറക്റ്റ് അല്ല. ഇൻകം വരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചർ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഒരു ബിസിനസ് ആയിട്ടില്ല ഇത്. ആയിട്ടില്ല. ജസ്റ്റ് നമ്മളിത് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ സംഭവമാണ് ഇതിപ്പോ ഫുൾ ടൈം ആയി മാറിയത്. അപ്പൊ എന്താ വെച്ചാൽ വാട്ട് ഇസ് എ കംഫർട്ട് സോൺ? ദിസ് ഇസ് എ പാർട്ട് ടൈം തിങ് എന്നുള്ളതാണ് കംഫർട്ട് സോൺ. ദിസ് ഇസ് എ ബിഗിനിങ് എന്നുള്ളതാണ് കംഫർട്ട് സോൺ. ദീസ് ആർ ഓൾ ലൈക്ക് നമ്മൾ പറയുന്ന സംഗതികളാണ്. അതിന് പകരം എന്താ വെച്ചാൽ ടൈം ഈസ് ഫ്ലീറ്റിംഗ്. ടൈം ഒരുപാട് കടന്നു പോയി. കുറെ മാസങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഉഷാറായി വരും. പിന്നെ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ യു ഹാവ് ടു ഫിക്സ് എവറിത്തിങ്. ഇപ്പോഴും ഫിക്സ് ചെയ്യാനുണ്ട്. അതായത് യു ഹാവ് ടു ഓപ്പറേറ്റ്. നിങ്ങൾ ബിഗിനർ ആണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ബിസിനസിന്റെ ഓപ്പറേഷൻസിന്റെ കാര്യത്തിലോ, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലോ, അവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ മൈൻഡിലോ നിങ്ങൾ ബിഗിനർ ആണോ അല്ലേ എന്നുള്ളതില്ല. ഐ റൈറ്റ്? ഇറ്റ്സ് ഈക്വൽ. തിങ് ഈസ് ലൈക്ക് അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി കറക്റ്റ് ആക്കാനുണ്ട്, ആ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആൻഡ് ആ ലിസ്റ്റ് ഔട്ട് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കലാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കലാണ് യുവർ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. യു ആർ ടേക്കിംഗ് റിസ്ക് എന്നർത്ഥം കംഫർട്ട് സോൺ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തു എന്നല്ല. എവിടെയൊക്കെ ഏരിയാസ് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഫിക്സ് ചെയ്യാനുണ്ട്, അതെല്ലാം കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആണ്. സോ ദാറ്റ് നമുക്ക് മുൻപിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഹോപ്പ് ഒന്നുമില്ല. ഇത് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ആയി പോകാം. അത് ഇവിടുത്തെ ഒരു നിയമം, ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ആയി പോകാം എന്നുള്ളൊരു ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ നമ്മൾ ഉള്ള സിറ്റുവേഷനിൽ ചെയ്തിട്ട് മാക്സിമം ഇൻകം ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ then go with that. I don't know, but what's your next plan if it stops? നെക്സ്റ്റ് പ്ലാൻ ഇല്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. So next plan ഉണ്ടാവുക എന്നുള്ളതാണ് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. ഓക്കെ, സോ വർക്ക് ഓൺ ദാറ്റ്. എങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ലൈക്ക് മേ ബി what if it fails? ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട്? ദാറ്റ്സ് ലൈക്ക് യുവർ നെക്സ്റ്റ് പ്ലാൻ. ദാറ്റ്സ് യുവർ ബ്രേക്കിംഗ് കംഫർട്ട് സോൺ. ഓർ ഇഫ് യു വാണ്ട് ടു ഗ്രോ ദിസ് ബിസിനസ്, അതെങ്ങനെ? അപ്പോൾ വലിയ കമ്പനികളൊക്കെ എന്താ വെച്ചാൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? സോ എനിവേ, മേക്ക് മണി. You are doing it fine, but the thing is, like, is there any new area you should be working on? So personal life-ന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ വെറുതെ പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അതാണ്. സോ ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. നിങ്ങൾ എന്ത് മെത്തേഡാണ്, നിങ്ങൾക്ക് എന്താണ് കംഫർട്ട് സോണിൽ നിൽക്കുന്നത്? സോ ഇനി നമ്മുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് 1-നാണ്, സെപ്റ്റംബർ 1-ന് പ്രോഗ്രാമാണ്. ട്രോമ ഹീലിംഗ് 1 day വർക്ക്ഷോപ്പാണ് EFT. ഓക്കെ, അപ്പൊ അതിൽ എന്താ വെച്ചാൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് 8086007780. നമ്മുടെ ഒരു മീറ്റപ്പും ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ എന്ത് ചെയ്യരുത്, മറക്കാതെ അറ്റൻഡ് ചെയ്യണം. സീക്വൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കാലിക്കറ്റ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എന്താ വെച്ചാൽ അതിന് ഈ പറഞ്ഞതുപോലെ 1499 രൂപയാണ് എൻട്രി ഫീ ഉള്ളത്. പ്രോഗ്രാമിന് വരിക. നിങ്ങൾക്ക് ഫ്രണ്ട്സിന്, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ EFT പരിചയപ്പെടാം, ട്രോമ ഹീലിംഗ് പരിചയപ്പെടാം. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള നമ്മളിങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന കംഫർട്ട് സോൺ പോലുള്ള സംഗതികൾ ബ്രേക്ക് ചെയ്തിട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള
നല്ല ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായുള്ള സംഗതികൾ സെറ്റ് ചെയ്യാം. ഈ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഡ് ഗോൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോളുകളെ പറ്റി പറയണമെന്ന്. സോ പുരുഷനെ ലീഡറായി കാണണം, ചില കാര്യങ്ങളിൽ അനുസരിക്കണം, പരസ്പര സ്നേഹം വേണം, സ്ത്രീയെ ചേർത്ത് പിടിക്കണം, അംഗീകരിക്കണം. പുരുഷൻ ഒരു മരം എങ്കിൽ ആ മരത്തിൽ ചുറ്റുന്ന വള്ളിയാണ്. എന്തൊക്കെയാണത് എനിക്കറിയില്ല. ഗഫൂർ ഭായ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്കത് മനസ്സിലാകുന്നില്ല, ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. ഓക്കെ ഓക്കെ സർ, കൂടുതൽ വാക്കുകളും ഇംഗ്ലീഷിലായതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചാറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എനിക്ക് സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ നമ്മളെ ഈ ബ്രേക്കിംഗ് സോൺ, അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് വെൽത്തിലും ചെയ്യണം, അതുപോലെ തന്നെ ഹെൽത്ത്, അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യണ്ടേ? അല്ല, അപ്പൊ ഓരോന്ന് മീൻസ് ഹെൽത്ത്, വെൽത്ത്, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ്, എല്ലാത്തിലും നിങ്ങൾക്ക് കംഫർട്ട് സോൺ. കരിയറിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ബിക്കോസ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ചെയ്യേണ്ടി വരിക. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ സ്ലോലി നമുക്ക് ചെയ്യാൻ പറ്റും. സോ വെൻ ഇറ്റ് കംസ് ടു കരിയർ വൈസ് നമ്മൾ ചോദിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ കരിയർ ലെവലിൽ നമുക്ക് നമ്മുടെ സോളിന് ഏറ്റവും ഗ്രോത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കരിയർ ലെവലിൽ നമ്മൾ എത്ര ഇമ്പ്രൂവ് ആയിരുന്നു. ഓക്കെ, കരിയറിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് എത്ര എത്തി എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, നമ്മളിപ്പോൾ എടുക്കുന്ന ചാലഞ്ചസ്, അപ്പോൾ ഫൈനാൻഷ്യലി നമുക്ക് ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാം. എൻഡ് ഗോൾ, ആ എൻഡ് ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ എൻഡ് ഗോൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ്. ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ 8 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്, ആ കിടന്നുറങ്ങുന്ന ബെഡ് എങ്ങനെയായിരിക്കും? ദാറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാകും, യാത്ര ചെയ്യുന്നുണ്ടാകും വാഹനത്തിൽ, ആ വാഹനം ഏതായിരിക്കും? കുറച്ചുകൂടി നല്ലതാവണം, കുറച്ചുകൂടി ബെറ്റർ ആവണം, അതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നല്ലതായിരിക്കണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കും. സോ ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയിട്ട് മാറും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി പണം വേണ്ടി വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കരിയറിൽ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. സോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് എന്നുള്ളത്. അതല്ല നിങ്ങൾക്ക് സിമ്പിൾ ലൈഫ് മതി, ഇങ്ങനെ മതി, ഇപ്പോൾ ഉള്ളത് മതി, ഓക്കെയാണ്, അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ പോകാം. ദാറ്റ് ഈസ് ആൾസോ ദേർ. ഇറ്റ്സ് യുവർ ചോയ്സ് വാട്ട് യു വാണ്ട് ടു എക്സ്പീരിയൻസ്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കലാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഏതും ആകാം. ഇപ്പൊ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. കാരണം നമ്മളിങ്ങനെ ഇഷ്ടമുള്ള തോന്നിയ ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് സ്ട്രെസ് വരുന്നതിനനുസരിച്ചുള്ള ഭക്ഷണം, എന്താണോ തോന്നുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് തോന്നുന്ന രൂപത്തിൽ ഇരിക്കുക, മടി പിടിച്ചിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, ദാറ്റ്സ് എ കംഫർട്ട് സോൺ. യു ബ്രേക്ക് ദാറ്റ് കംഫർട്ട് സോൺ ബൈ ഗോയിങ് ടു വർക്കൗട്ടിലേക്ക് പോയിട്ട് ആ ഒരു ബെറ്റർ ബോഡി ക്രിയേറ്റ് ചെയ്യണം. അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ശരീരം ഹെൽത്ത് ആയിട്ട് ഫീൽ ചെയ്യുക, ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുക. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ്, ഗോള് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തുക. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും, പുതിയ റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യും, നമുക്ക് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും. ഗോളുകൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പൊതുവെ മടി ഫീൽ ചെയ്യും, ബോറിംഗ് ഫീൽ ചെയ്യും, ഒരു വളർച്ച നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെ ഒരു സ്റ്റക്നെസ് നമുക്ക് ഫീൽ ചെയ്യും, ഒരു സംതിങ് മിസ്സിങ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെ ചിലർക്കും ഉണ്ടാവും. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഭയത്തെ മറികടക്കലാണ്. നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങൾക്ക് വിട്ടുകളയാൻ മടിയുള്ള, സ്റ്റെക്കായി നിൽക്കുന്നത് എന്താണ്, അതിനെ ഫേസ് ചെയ്യാം. ഐ തിങ്ക് ജോസഫ് ക്യാമ്പൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ദ ട്രഷർ യു ആർ സീക്കിംഗ് ഈസ് ഇൻ ദ കേവ് ദാറ്റ് യു ആർ സ്കെയർഡ് ടു എൻ്റർ. നിങ്ങൾ തേടുന്ന നിധി കിടക്കുന്നത് എവിടെയാണ്? നിങ്ങൾ അകത്ത് കടക്കാൻ ഭയപ്പെടുന്ന ഗുഹക്കുള്ളിലാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ലൈഫ് എന്ന് പറയും, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല സംഗതികളും, ആ ഹാപ്പിനെസ് സംഗതികൾ, കാര്യങ്ങൾ, പല സംഗതികൾ, നമ്മൾ ഏതാണോ ഭയപ്പെടുന്നത്, ആ ഭയത്തെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. അതെന്താണ് ബ്രേക്ക് ചെയ്യാൻ കാരണം? എന്താ പറ്റാത്തതിന്റെ കാരണം എന്താ? വി ആർ ടെല്ലിങ് എ സ്റ്റോറി. നമ്മളോടൊരു കഥ പറയുന്നു, നമ്മളെ ഭയപ്പെടുത്തുന്ന കഥ. നമ്മളെ ഭയപ്പെടുന്ന നമ്മളാണ്, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കഥ, വെറുതെ ഇല്ലാത്ത, റിയലിസ്റ്റിക് അല്ലാത്ത കഥ. ആ കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ലൈക്ക് ദ ഫിയർ. ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ,
അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് ഈ ബിസിനസ് ഈ രൂപത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫാമിലി ഇങ്ങനെയാവുമ്പോൾ ലൈക്ക് വി ആർ ലിവിങ് ഇൻ എ ഫിയർ. മേ ബി ഇറ്റ്സ് നോട്ട് റൈറ്റ്, നമുക്കറിയില്ല. സോ വാട്ട് ഈസ് ദ ഫിയർ ആൻഡ് വാട്ട് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ്? നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി എന്താ? ദ ഡ്രീം, ദ പ്ലേസ് യു ആർ റൈറ്റ്, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ പോകാതെ അതിന് തടസ്സം നിൽക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ദ ബുൾഷിറ്റ് സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ് യുവർസെൽഫ്. ദർ ഇസ് എ ബുൾഷിറ്റ് സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ് യുവർസെൽഫ്. നിങ്ങളെ ഭയപ്പെടുന്ന, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന എന്തോ ഒരു കഥ പറയുന്നുണ്ടെന്ന് നിങ്ങളോട്. ഫൈൻഡ് ഔട്ട് ദാറ്റ് സ്റ്റോറി. ആ സ്റ്റോറി എടുക്കുക, പുറത്തെടുക്കുക, അനലൈസ് ഇറ്റ്. വൈ യു ആർ സ്കെയർഡ്, അത് ചിന്തിക്കുക. ഇസ് ഇറ്റ് എ ട്രോമ റെസ്പോൺസ്? ഷുഡ് യു ഹീൽ ഇറ്റ്? അത് ഹീൽ ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേ ഫിയർ വരാറുണ്ടോ? ഇത് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണോ? നിങ്ങൾ സേഫ്റ്റി ഭയന്നിട്ടാണോ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? വൈ യു ആർ സ്റ്റക്ക് ദെയർ? ആസ്ക് യു. നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആക്ച്വലി ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണോ? ഇതൊക്കെ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾ സങ്കല്പിച്ചു കൂട്ടുന്നതാണോ? നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചതാണോ? ഇത് നിങ്ങളുടെ മുൻപിൽ തെളിവായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കുറെ തെളിവുകൾ തന്നതാണോ? വേറെ കുറെ ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് പോയിട്ട് തെളിവായിട്ട് എടുത്തതാണ്, എക്സാമ്പിൾസ് ആയിട്ട്. കാരണം നിങ്ങൾ ഭയപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് പോയി തേടി പിടിച്ച് കൂടുതൽ സ്റ്റോറി തന്നു, നിങ്ങളെ ഭയപ്പെടുത്തി സേഫ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണോ നിങ്ങൾക്ക് സംഭവിച്ചത്? ശരിക്കും ആ സ്റ്റോറി റിയൽ അല്ലേ? റിയൽ ആണോ? റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? നിങ്ങൾക്ക് തോന്നുന്നതല്ലേ സ്റ്റോറി? കാരണം എന്ന് വെച്ചാൽ പല സ്റ്റോറിയും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചതല്ലേ? നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ ചിന്തിച്ചതല്ലേ? നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ദ ഫ്യൂച്ചർ, വാട്ട് ഹാപ്പൻ. സോ നമ്മളായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന കുറെ സ്റ്റോറികളുണ്ട്. ഫിയർ ഈസ് നത്തിങ് ബട്ട് ഫാൾസ്. ഫിയർ എന്ന വേർഡിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. എന്താണ്? ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഫിയർ, ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. തെറ്റായ തെളിവുകൾ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ആ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? റിയൽ അല്ലേ? റിയൽ ആണോ? അത് തോന്നുകയാണ്. അപ്പിയറിംഗ് റിയൽ ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് റിയൽ. അങ്ങനെ ഭയപ്പെട്ട് നമ്മൾ നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ഈ ബിസിനസ് പൂട്ടിപ്പോകും, ഈ അവസരം നഷ്ടപ്പെടും. ഡു യു തിങ്ക് സോ? ഐ ഡോണ്ട് തിങ്ക് സോ. ചിലപ്പോൾ അത് നമുക്ക് തോന്നുന്നതായിരിക്കാം, നമ്മുടെ കാൽക്കുലേഷൻസ്. നമുക്ക് അതിനെ പറ്റി അറിവുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, സംഗതികളുണ്ടോ, നോളജ് ഉണ്ടോ? അപ്പോൾ യു ഗെറ്റ് ഇൻ ടു. അപ്പോൾ പുതിയൊരു സംഗതിയിലേക്ക് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ നോർമാലിറ്റിയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കംഫർട്ട് സോൺ ആയത്. പുതിയൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഫെമിലിയാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം പരിചയമില്ലാത്ത സ്ഥലത്തേക്ക്, ഒരു സംഗതിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കുറച്ചു കാലം അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഫെമിലിയർ. അത് നിങ്ങളുടെ നോർമാലിറ്റി ആയി മാറുന്നു. സോനോ, നിങ്ങൾ കൂടുതൽ കാലം അവിടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് തവണ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ഡെവലപ്പ് ആകും, ഫെയ്ത്ത് ഡെവലപ്പ് ആകും, കംഫർട്ട് ഡെവലപ്പ് ആകും. നിങ്ങളുടെ പേടി നീങ്ങും, നിങ്ങൾക്ക് അയാളെ മനസ്സിലാകും, ആ സാഹചര്യങ്ങളെ മനസ്സിലാകും. അത് നിങ്ങൾക്ക് നോർമലായി മാറും. എനി സ്റ്റേജ് ഈസ് ലൈക്ക് ദാറ്റ്. Every new stage becomes an old stage after few days or few months. Yes or no? Yes or no? നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഭയപ്പെടുന്ന ഏത് ബിസിനസ് സ്റ്റേജും അങ്ങനെയല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. നാളെ ഇതിന്റെ ബാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ പറയാൻ വിചാരിച്ച ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ദർ ഇസ് സംതിങ് കോൾഡ് ഗ്രോത്ത് റിംഗ്. നാളെ എടുക്കേണ്ട വിഷയം എന്താണ്? ഗ്രോത്ത് റിംഗ്സ്. വിൽ ടോക്ക് അബൌട്ട് ദിസ്. ഗ്രോത്ത് റിംഗ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കംഫർട്ട് സോൺ തന്നെ ഇതിന്റെ ബാക്കി. ഓക്കെ, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഗ്രോത്ത് റിംഗ്സ് ഉണ്ട്. ദെൻ വി ഹാവ് ലൈക്ക് യു നോ ബ്രേക്കിംഗ് കംഫർട്ട് സോൺ. നമ്മൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയ സംഗതിയാണിത്. ഇത് കട്ടാകുമ്പോൾ പുതിയ ലൈഫ് ജനിക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ ലൈഫ്, എ ബെറ്റർ ലൈഫ്, യു ഹാവ് ടു കട്ട് സംതിങ്. അത് നിങ്ങളുടെ എന്താണ് കട്ട്? നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന, നിങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്ന, ഭയപ്പെട്ട് നിർത്തുന്ന എന്താണ്? യു കട്ട് ഇറ്റ്, യു വിൽ ഹാവ് എ ന്യൂ ലൈഫ്. ദുശീലങ്ങളായിരിക്കും. ചില ഫ്രണ്ട്സിനെ ഒഴിവാക്കേണ്ടി വരും.
ചില ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടി വരും. യു ക്യാൻ ഹാവ് എ ബെറ്റർ ലൈഫ്. റിയ, ആർ യു സ്ട്രഗ്ലിംഗ് സംവെയർ? Maybe you have to cut it and trust the process. You don't need to literally remove or do anything. Maybe മനസ്സിലാവുന്നുണ്ടോ? Understand your fear properly. Why you are stuck there? I'm not telling you you should remove or stop or anything. No. But the thing is you change. You actually address എന്താണ് ആ fear എന്നുള്ളത്. Fear address ചെയ്തിട്ടെന്ന് വെച്ചാൽ heal it, trust the process and take new decisions. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ബെറ്റർ തരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്നത്, നമ്മളെ തളർത്തി കളയുന്നതിനെ കളയണം. മനസ്സിലായി? അത്രയേ ഉള്ളൂ. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തളർത്തി കളയുന്ന, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില സംഗതികളുണ്ട്. ലെറ്റ് ഇറ്റ് ഗോ. നമ്മളിങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോഴേ നമ്മുടെ കൂടെയുള്ളവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് ഹേർട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ കാരണം ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് കണ്ടില്ല എന്ന് വിടണോ അതോ? ഇല്ല, the thing is what's your intention? Ask yourself, what is your intention? Do you have an intention to hurt them? No. And they are getting hurt. നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ അറിയുന്നുണ്ടല്ലോ നമ്മൾ കാരണമാണ് ഒരാൾ നമ്മൾ കാരണമല്ല അത്. They are not trying to understand you, your pain, your situation. They are not ready to learn your situation. They didn't even listen to your situation. They are not trying to understand. And definitely there will be some turbulence, some challenges, some problems, and it's okay, it will settle down. Don't worry too much. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, ഓവർ തിങ്കിങ്, റൂമിനേഷൻ, ഓരോരുത്തരുടെ ലൈഫിന്റെ എക്സ്പീരിയൻസും അവരുടെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് വേദനിക്കും, അത് നിങ്ങളാണ്. നോ, അങ്ങനെ എല്ലാത്തിനെയും എടുക്കരുത്. ദ തിങ് ഈസ്, നിങ്ങൾ ജെന്യുവൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് നിങ്ങൾ ചെയ്യണം. യു കനോട്ട് ഡു ഇറ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ, യു ജസ്റ്റ് കം ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ചെയ്യാതെ communicate properly, and this is what I want, and I think this is what is right for me, and this is what I want, and I will do this things. അവരെയും ഹെൽപ്പ് ചെയ്യണം. പെട്ടെന്ന് അങ്ങനെ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ അവര് ലിസൺ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, അങ്ങനെയുള്ള സംഗതികൾ ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിൽ അവർ ലിസൺ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഇനി ഹെൽപ്പുകൾ. ബിക്കോസ് സംടൈംസ് യു നീഡ് ടു ഡു ദാറ്റ്. You need to cut the toxic complexities. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങളാണ്, മുന്നോട്ട് പോകുന്നില്ല, പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ പറയും. നിങ്ങൾ ചിലപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവും, അവർ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ, whoever it is, ഒരാളോ രണ്ടാളോ മൂന്നാളോ ചിലപ്പോൾ പറ്റും. പക്ഷെ നിങ്ങൾ പിരിഞ്ഞാലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുക, അവർ രക്ഷപ്പെടും. Isn't it? Maybe. അങ്ങനെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അത് അങ്ങനെയാണ് അതിന്റെ കാര്യം. കാരണം ആ വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ, ആ വ്യക്തികളായിരിക്കാം നമ്മുടെ കംഫർട്ട് സോൺ, ആ പ്രോജക്റ്റ് ആയിരിക്കാം നമ്മുടെ കംഫർട്ട് സോൺ. Yes or no? When you let go, you will fly. Because ആ ഒരു സംഗതിയിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്, ആ ശീലത്തിലായിരിക്കാം, ആ വ്യക്തിയിലായിരിക്കാം, ആ സ്ഥലത്തായിരിക്കാം, you got it? You will be having what if you will be having such a beautiful life, a better life. You got it? Let's look for let's hope for what if there is such a beautiful, it's so scary, right? It is so scary, but that's why it's called a comfort zone. That's why you should get out of it. കംഫർട്ട് സോൺ എവിടെയാണ് കണ്ടെത്താതിരിക്കുന്നത് വലിയൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. കംഫർട്ട് സോൺ എവിടെയെന്ന് കണ്ടെത്താൻ ഏതൊരു കംഫർട്ട് സോണിന്റെ ഉള്ളിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്, കേൾക്കുന്നില്ല, ഇങ്ങോട്ട് പുറത്ത് കിടക്കുക. ഹലോ, കംഫർട്ട് സോൺ എവിടെയെന്ന് കണ്ടെത്താതിരിക്കാൻ കഴിയാതെ എന്നുള്ളത് വലിയൊരു പ്രോബ്ലം തോന്നുന്നുണ്ട്. ആ കംഫർട്ട് സോൺ കണ്ടെത്താൻ കഴിയാത്തത് ഒരു വലിയ പ്രോബ്ലം ആണ് അല്ലേ ഫഹദ്? അതെ പറഞ്ഞു. അതെ. അപ്പൊ അത് നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ യു വിൽ ആസ്ക്,
ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. സോ ഹി ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ ആൻഡ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ. എനിവേ സാർ കീപ് ഓൺ ലുക്കിംഗ് കേട്ടോ. യെസ്, ഗഫൂർ ചോദിച്ചോളൂ. ഒരു വർക്കിന് നമ്മൾ പോയാലേ ആ നമുക്ക് ആ കടയിൽ കുറച്ചു കാലം നിന്നാൽ നമുക്ക് തോന്നണം നമ്മളിപ്പോ ഇങ്ങനെ ഈ ഇതൊന്നും ചെയ്യേണ്ട ആളല്ല. ആ നമ്മള് ഒരു ഗഫൂർ സ്ഥാപനം ഇട്ടിട്ട് അതിന്റെ മേധാവി ആവേണ്ട ആളാണ്. ഈ ആ ചെറിയ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ വന്നാല് അവിടെ ജോലി ഉം. ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. പിന്നെ 9 മണി മുതൽ 9 മണി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളോ മറ്റൊക്കെ കാരണോ അത്രയും സമയം എക്സ്പെൻഡ് ചെയ്താലും പിന്നെ അതിനുള്ള ബെനിഫിറ്റ് കിട്ടാതാകുമ്പോൾ ഒരു മടുപ്പ്. ഇതിനെന്താ പരിഹാരം? ഇതിന് പരിഹാരം ഒന്നുമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ ഓൺ പ്രോജക്ട്സ്. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താ വെച്ചാൽ വേറൊരാളുടെ കീഴിൽ പോയിട്ട് പണിയെടുക്കാനാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ. നിങ്ങൾക്കാണ് വേണ്ടത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ പണം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, നിങ്ങൾ നിശ്ചയിക്കുന്ന അത്ര വരുമാനം നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ചെയ്യും. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെ, പക്ഷെ ഫണ്ടിന്റെ വിഷയമുണ്ട്. ഫണ്ട് മുടങ്ങി കിടക്കും. ഫണ്ടിലേക്ക് പോലെ അത് അനദർ കംഫർട്ട് സോൺ. അത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കംഫർട്ട് സോൺ ആണ്. ഫണ്ട് ഉണ്ടായിട്ടൊന്നുമല്ല ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ഇവിടെ പല ആൾക്കാരും റിയനോടൊക്കെ ചോദിച്ചു നോക്കുക, അവൾ ഫണ്ട് ഉണ്ടായിട്ടൊന്നുമല്ല ബിസിനസ് ചെയ്യുന്നത്. ഫണ്ടല്ല കാര്യം. ഫണ്ട് മറ്റുള്ളവന്റെ കയ്യിലുള്ള പണം, മറ്റുള്ളവന്റെ കയ്യിലുള്ള ആശയം, മറ്റുള്ളവന്റെ കയ്യിലുള്ള അധ്വാനം, മറ്റുള്ളവന്റെ കയ്യിലുള്ള അനുഭവ സമ്പത്ത്, മറ്റുള്ളവന്റെ കയ്യിലുള്ള പണം, ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥ ബിസിനസ്മാൻ. ഓക്കെ. സോ പണം ഉണ്ടായിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് നമ്മുടെ നിലവിലുള്ള ജോലിയിൽ നിന്ന് പൈസ മാറ്റി വെക്കാൻ പറ്റുന്നത് ചെയ്യൂ. എന്നിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യൂ. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് തന്നെ ചെയ്യണമെന്നല്ല, ചിലപ്പോൾ ആ ബിസിനസ് ചെയ്യാനും ആ കാര്യങ്ങൾ ചിലപ്പോൾ ഫണ്ട് വേണ്ടി വന്നേക്കാം. അതിന് പറ്റിയ ഒരാളോട് സംസാരിക്കൂ. ഫണ്ട് എങ്ങനെ കിട്ടും? വേറൊരാളടുത്ത് അയാളെ പാർട്ണർ ആക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിൽ നിന്ന് അയാൾക്ക് ഷെയർ ചെയ്യൂ. എന്നിട്ട് കുറച്ചു കാലം 2 വർഷം അയാളുടെ കൂടെ ബിസിനസ് ചെയ്യൂ. എന്നിട്ട് അയാളോട് പറയൂ, ഈ 2 വർഷത്തേക്കാണ് ഈ ബിസിനസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് പോകണം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ 2 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങൂ. പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ആൾക്കാർ തരാൻ തയ്യാറാണ്. കൂടുതൽ ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ ആർ റെഡി ടു ഗിവ് യു മണി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആയി. ദാറ്റ്സ് ഓൾ. സാർ. ഓക്കെ. ഇനി നൗ ഇറ്റ്സ് യുവർ സാർ യെസ്, പറഞ്ഞോളൂ. സാറേ, എനിക്ക് പണ്ടത്തെ കാലത്തെ കുറെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതെനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. പണ്ട് കുറെ നടന്ന കാര്യങ്ങളും പണ്ടത്തെ കുറെ സംഭവങ്ങളും മനസ്സിങ്ങനെ അതെനിക്ക് കൂടുതൽ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും അതിപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുക. അതെനിക്ക് എന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല, മറക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ജിബിൻ? പ്രണയമാണോ, അതല്ല പരാജയങ്ങളാണോ, ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളാണോ? വാട്ട് ഇസ് ദിസ്? ജിബിൻ പോയോ? പറയാം സാർ. പ്രണയം അങ്ങനെയല്ല, പ്രണയമൊന്നുമല്ല. ജസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ ആളുകളിൽ നിന്നും നേരിട്ട കുറെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ ജിബിൻ മനസ്സിലുണ്ട്. ഒരു കാരണം കാര്യം ചെയ്താൽ മതി. ജിബിൻ എന്താ ജോലി ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഞാനൊരു ആയുർവേദ പ്രൊഡക്റ്റിന്റെ വർക്ക് ചെയ്യുക. ഓക്കെ. എവിടെ സ്ഥലം? മാങ്കുളം, മാങ്കുളം എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്ട്രിക്ട്? ഇടുക്കി. ഇടുക്കി ഡിസ്ട്രിക്റ്റിനാണ്. ക്യാൻ യു കം ടു കാലിക്കറ്റ്? സെപ്റ്റംബർ 1 കാലിക്കറ്റ് വരാൻ പറ്റുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ. നോക്കാം സാർ. നോക്കാമല്ല, ഗെറ്റ് ഔട്ട്. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. കം ടു ദ പ്രോഗ്രാം. കുറെ കാലമായിട്ട് ഈ മാസ്കിൽ കുടുങ്ങി കിടക്കല്ലേ? 1499 രൂപയാണ് അതിന്റെ അന്നത്തെ ഒരു പ്രോഗ്രാമിനുള്ള ഇവന്റ്. നോർമലി 6000 വാങ്ങുന്ന പ്രോഗ്രാമാണ്. ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് മാങ്കുളം ആൻഡ് കം ടു ദ പ്രോഗ്രാം and heal your trauma. You will learn to heal your trauma and you will be fine after that. Okay? Yes sir. മറക്കണ്ട, ഇന്ന് തന്നെ വിളിച്ചോ, സീറ്റ് ബുക്ക് ചെയ്തോ, കം ടു ദ പ്രോഗ്രാം. ദാറ്റ്സ് ഇറ്റ്. ചില ആൾക്കാരെന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കി പേടിച്ചുകൊണ്ട് അപ്പൊ ഒന്ന് ഉന്തി കൊടുക്കണം. പിന്നെ അവരൊന്ന് തള്ളി കൊടുക്കും. അപ്പൊ അവരങ്ങ് വീണു. അപ്പൊ പിന്നെ അവർ ഓക്കെ. ചില ആൾക്കാർക്ക് we need to take decision. So I am taking decision for you, Jibin. Okay? Yes sir. I want to meet you. Okay? നമുക്ക് അവിടെ വരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞോളും കേട്ടോ. ഇതേപോലെ പ്രശ്നമുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മുടെ ഇതേപോലെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ വന്നു. ഞാൻ കൊച്ചിയിൽ പ്രോഗ്രാം വെച്ചിരുന്നു, അന്ന് വന്നില്ല അല്ലെ? സോ കം ടു ദ പ്രോഗ്രാം. വരാൻ പറ്റില്ല. ഞാനിപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ സാർ. ഞാനിപ്പം കുറച്ചായി. അന്ന് ശനിയാഴ്ച പുലർച്ചെ 4 മണിക്കോ എത്ര മണിക്കാ വെച്ചാൽ ശനിയാഴ്ച തലേ ദിവസം ജോലി കഴിഞ്ഞിട്ട് വണ്ടി കയറുക. എന്നിട്ട് എന്താ വെച്ചാല്
അവിടെ വന്നിട്ട് എറണാകുളത്തോ എവിടെ വെച്ചാൽ വന്നിട്ട് എന്ന് വെച്ചാൽ ട്രെയിൻ കയറുക, എന്നിട്ട് നേരെ എന്താ വെച്ചാൽ പുലർച്ചെ ആകുമ്പോൾ അവിടെ എത്തുക, എന്നിട്ട് എന്താ വെച്ചാൽ അപ്പൊ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുണ്ടാവും, ഉറക്ക പ്രശ്നം ഉണ്ടാവും, അതൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ചു വരും. അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് എന്ന് പറയുന്നത്. യെസ് സർ. When you want to solve a problem, you are ready to do anything. യെസ് Then your life will change. You got it? That's how you do Got it. it. എറണാകുളത്തെ പരിപാടി, I changed my life. എറണാകുളത്തെ പ്രോഗ്രാം, എറണാകുളത്തല്ല പ്രോഗ്രാം, കാലിക്കറ്റ് ആ പ്രോഗ്രാം. കാലിക്കറ്റ് സീ ക്വീൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് സെപ്റ്റംബർ 1-ാം തീയതി. മറക്കരുത്. സാറ് പേഴ്സണലായിട്ട് സാറ് നമ്പർ ഒന്ന് എനിക്ക് കിട്ടരുമോ? ഇപ്പൊ പേഴ്സണലായിട്ട് അത് എന്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ നമ്മുടെ അഡ്മിന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ there are a lot of calls I'm getting. അപ്പൊ എനിക്ക് എല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരും. നിങ്ങൾ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരും കേട്ടോ. അവിടുന്ന് ഞാൻ തരാം. 9 മണിക്കല്ലേ തുടങ്ങി? 9 മണിക്ക്, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. Anyway, thank you everyone for joining today's session. Siyaul Haq, how are you? കുറെ നാളുകൾക്ക് ശേഷം ക്ലിയർ ആവോ? ഫുള്ള് ക്ലിയർ ആവോ? നിങ്ങൾക്ക് അതായത് ഒരു ദിവസം ക്ലിയർ ആക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ഫുള്ള് ക്ലിയർ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു കണ്ടെയ്നർ ലോറി ആയിട്ടാണ് വരുന്നത് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളൊരു എന്താ പറയാ, കുറച്ച് പല ടൈപ്പ് പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ട്. ചിലർ ഇത് സ്പൂണായിട്ട് വരും, കുറച്ച് പ്രശ്നം സ്പൂണിൽ കൊണ്ടുവരും. ചിലർ എന്താ വെച്ചാൽ ഗുഡ്സ് ഓട്ടോ ആയിട്ട് വരും. ചിലർ എന്താ വെച്ചാൽ വലിയ ലൈക്ക് കണ്ടെയ്നർ ലോറി ആയിട്ട് വരും. ചിലർ എന്താ വെച്ചാൽ കണ്ടെയ്നർ ഷിപ്പുകൾ കൊണ്ടുപോകുന്ന ഷിപ്പായിട്ട് വരുന്നത്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ടൂള് പഠിക്കാം, എന്നിട്ട് അവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ബാക്കി ടൂള് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം പിന്നെ ഇങ്ങനെ സോൾവ് ചെയ്യാം. You got it? ഓക്കെ. അപ്പൊ എല്ലാം ഒറ്റയടിക്ക് സോൾവ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ബിക്കോസ് നിങ്ങൾക്ക് എത്ര പ്രശ്നമുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അറിയില്ല. ഐ എം ബീങ് വെരി ഹോണസ്റ്റ് ആൻഡ് സ്പീക്കിംഗ് ദ ഫാക്ട്. ബട്ട് ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ. നമുക്ക് എല്ലാവർക്കും സ്നേഹം ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്, ഹീലിംഗ് ആവശ്യമാണ്. വി നോ ദാറ്റ്. സോ ലെറ്റ്സ് ട്രൈ ടു ഹെൽപ്പ് ഈച്ച് അതർ. ഓക്കെ, ലെറ്റ്സ് ലേൺ ദ മെത്തേഡ് പഠിക്കുക കേട്ടോ. EFT മെത്തേഡാണ്. EFT മെത്തേഡ് അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. നോർമലി എല്ലാവരും പഠിപ്പിക്കുന്ന രീതിയിലല്ല. ദർ ഇസ് എ ഡിഫറൻസ്. താങ്ക് യു. ഓക്കെ, വേറെ എന്താണ് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആർക്കാ ചോദിക്കാനുള്ളത്? ഇസ്മായിൽക്കാ ചോദിക്കാനുണ്ടോ? സാറെ, ഇപ്പം 2-3 പേര് പറഞ്ഞല്ലോ പ്രശ്നങ്ങള്. ഓട്ടോറിക്ഷ വരുന്നു, ജീപ്പേ വരുന്നു, കാറ് വരുന്നൊക്കെ. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കൊച്ചി വന്നപ്പോ അപ്പൊ അവിടെ ഒരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പൊ അവിടെ വന്നപ്പോ എനിക്കിങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ എന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളവിടെ ഫീൽ ചെയ്ത് സാധാ മെത്തേഡൊക്കെ പറഞ്ഞു തന്നു. ശരിക്കും ഇത് ടൂൾസ് ആണ്. ടൂൾസ് നമ്മൾക്ക് അറിയാമെങ്കിൽ എത്ര വലിയ വിഷയങ്ങളും നമുക്കത് പരിഹരിക്കാൻ പറ്റും. എന്റെ വലിയ വിഷയങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട്, എല്ലാം സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ടൂൾസിന്റെ കൃത്യമായ അതിന്റെ മെത്തേഡും ആ ടാപ്പൊക്കെ കൃത്യമായ നമുക്ക് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് പരിഹരിക്കാൻ പറ്റും. ശരിക്കും ടൂൾസ് മനസ്സിലാക്കുക എന്നുള്ള ഏത് വിഷയത്തിനും എല്ലാം ഒരേ മെത്തേഡാണ്. എനിക്കങ്ങനെ തോന്നുന്നു. സാറിന് എൻ്റെ അഭിപ്രായമാണ്. ഇപ്പൊ എല്ലാ വിഷയങ്ങളും ഏതൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ടൂൾസ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ആ വിഷയത്തെ പരിഹരിക്കാനും ഹീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. താങ്ക് യു സാറിന്, ഒത്തിരി നന്ദിയുണ്ട് സാറേ. താങ്ക് യു സോ മച്ച്. ഇസ്മായിൽക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വന്ന ഒരാളാണ്. ഇടുക്കിയിൽ നിന്നായിരുന്നു അല്ലേ? ഇടുക്കിയാണ്, പത്തനംതിട്ടയാണ്, എവിടെ? കോട്ടയം. കോട്ടയം എന്നാണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ കിഴക്ക സാറേ, കാഞ്ഞിരപ്പള്ളി എന്ന് പറയും. അതെ. അപ്പൊ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടും ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം വന്നു, അദ്ദേഹം ഹീൽ ചെയ്തു കൊച്ചിയിലെ 1 ഡേ പ്രോഗ്രാമിൽ. അപ്പൊ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആണ് ഇവിടെ. EFT തന്നെ ട്രോമ ഹീലിംഗ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ആണ്. നിങ്ങൾ വരിക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാലിക്കറ്റ് ബീച്ചിലാണ്, ബീച്ച് ഹോട്ടലാണ്, ബീച്ചിനടുത്തുള്ള ഹോട്ടലാണ്. അപ്പം സീ ക്വീൻ റെസ്റ്റോറന്റ്, അവിടെ സീ ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവസരമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമേ നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന അതിൽ തന്നെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണെന്ന് വെച്ചാൽ 1499 രൂപ എന്ന് പറയുന്ന പേയ്മെന്റ് വരുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1699 ആണ്. അതായത് 1699 രൂപയിലേക്ക് എന്ത് ചെയ്യും, പ്രൈസ് നീങ്ങും. അതിന്റെ ഡെഡ് ലൈൻ വരുന്നത്, ഇന്ന് നമുക്ക് ഡെഡ് ലൈൻ വരുന്നത് 25th
ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. 25th പെട്ടെന്ന് തന്നെ സംഗതികൾ ചെയ്തു തുടങ്ങും കേട്ടോ. സോ പ്ലീസ് ഡു ഇറ്റ്. 2 days കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ പ്ലീസ് ഡു ഇറ്റ് ആൻഡ് കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കാലിക്കറ്റ് എപ്പോഴും പെട്ടെന്ന് ഫിൽ ആവാറുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാം കാലിക്കറ്റ് നമ്മൾ 50 പേരെ വെച്ച് പ്ലാൻ ചെയ്തത് 114 ആൾക്കാർ എന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, പ്ലീസ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് യുവർ ലൈഫ്. സാർ, ഇത് EFTന്റെ ഇപ്പം പലരും ചെയ്തവരൊക്കെ ഉണ്ട്. സാർ ഇപ്പൊ പറഞ്ഞത് പുതിയ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതേപോലെ ചെയ്തിട്ടുള്ളത് അതിന്റെ റീൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, അല്ല പുതിയ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രോമ ഹീലിങ്ങിന് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ സ്പെസിഫിക്കലി പ്രാധാന്യം റൂട്ട് കോസ് കണ്ടെത്തുന്നിടത്ത് സംഗതികൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. EFTയിൽ ഇത് വലിയ വ്യത്യാസം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ ചില നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി ദർ. സോ അത് ഡിസ്കസ് ചെയ്യുന്ന രീതി, കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസ് വരും. പെട്ടെന്ന് ചില ആൾക്കാർ കണക്റ്റഡ് ആവും. ദാറ്റ് ഇസ് ദ മെയിൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ കണക്ഷൻ വിൽ ബി ദർ. പെട്ടെന്ന് നമ്മുടെ റൂട്ട് കോസിലേക്ക് കണക്റ്റഡ് ആവും, നമ്മുടെ ഇഷ്യൂസ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, EFT ചെയ്തിട്ടുള്ള ആൾക്കാർക്കും വരാം. കാരണം നിങ്ങളുടെ EFT ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, നിങ്ങളുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കും ആ അവയർനെസ് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ അന്നത്തെ ആ ഒരു ദിവസം ഫുൾ ഡേ, ഒരു ഹോൾ ഡേ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. സോ ഇറ്റ് വിൽ ബി an amazing experience. So thank you everyone for joining. Thank you, sir. Thank you very much. Okay. Effective class. Okay. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. Thank you everyone for joining and coming. Okay. See you tomorrow. Breaking the എന്താ പറയുക കംഫർട്ട് സോണിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് വേണ്ടി കാണാം. Thank you. Thank you, sir. Thank you. You're welcome. Thank you. Thank you, sir. You're welcome. Thank you so much.